കഴിഞ്ഞൊരു മാസമായിട്ട് നമ്മൾ പുതിയൊരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യുന്ന പ്രോസസ്സിലായിരുന്നല്ലേ? അതെ. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊസീജിയർ? കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മളൊരാളെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കണം. വരുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്താണ്, ഈ വരുന്ന സി വികൾ സ്ക്രൂട്ടിനി ചെയ്യുക എന്നുള്ളതാണ്. ഡസൻ കണക്കിന് സി വികൾ നമുക്ക് വരും. അതൊന്നും വേണ്ട, അതിനൊരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് വേണ്ട. പിന്നെ ഇത് നമുക്ക് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള സി വിസ് നമുക്ക് അയച്ചു തരും. അതിൽ നിന്ന് ഏതാണോ പെർഫെക്റ്റ് വൺ അത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 15ഓളം സി വിയിൽ നിന്ന് ഏകദേശം 7 പേരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയത്. അതിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള, എല്ലാവരും ബെറ്ററാണ്, ഐ മീൻ 1-2 ആളെ വെച്ച് എല്ലാവരും ബെറ്ററാണ്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടൊരു F&B സെഗ്മെൻ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള ഒരാളെ നമ്മൾ ചൂസ് ചെയ്ത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരാളെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയൽ ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടിൽ വെച്ചിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കാനോ, ഇപ്പോൾ UAE ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെയൊക്കെ പോലെയാണ് ഉള്ളിൽ എന്താണെന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനത്തെ ആ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അതേപോലെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്തിട്ട്? തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ജിമ്മൊക്കെ വന്നത്. ഇപ്പം ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു അക്കൗണ്ട്സ് ആ ഒരു ലെവലിലാണ്. നമ്മൾ റെസ്റ്റോറൻ്റാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഷെഫുമാരൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നി. ഷെഫുമാരെ ട്രയലൊക്കെ ട്രയലൊക്കെ